ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡേ 5 ആണ്. ഞങ്ങൾ പശുപതിനാട് ടെമ്പിളിലേക്ക് പോവാണ്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ അങ്ങോട്ടേക്ക് വന്നു. അമ്പലത്തെത്തിയിട്ടോ. അമ്പലത്തിൽ നിന്ന് ഉള്ളിലെത്തിയിട്ട് കുറച്ച് ഉള്ളോട്ടേക്കൊക്കെ നടക്കുന്ന സ്ഥലമൊക്കെ നല്ല ഭംഗിയായിരുന്നു. കാരണം ഇങ്ങനത്തെ പിങ്ക് ഇങ്ങനത്തെ ഒരു ഫ്ലവറില്ലേ, അങ്ങനത്തെ ഓരോ പേപ്പർ ഫ്ലവറാണോ അതിന് പറയാം, എനിക്കറിയില്ല. ഇങ്ങനത്തെ വെള്ളയും ചുവപ്പും പിങ്കും ഒക്കെ ആയിട്ട് അങ്ങനെ ഓരോ ഫ്ലവേഴ്സ്. പിന്നെ അങ്ങനെ ഹനുമാൻ്റെ ഇത് രൂപം ഇതാക്കിയിട്ട് ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് ഒരാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സ്ഥലം കാണാനായിട്ട്. ഭയങ്കര പീസായിട്ട് അങ്ങനെ. ഞങ്ങൾക്ക് 2 മൈക്ക് കിട്ടീനെ. ഉള്ളിൽ ഭയങ്കര ക്യൂ ആയിരുന്നു. ഞങ്ങൾ പൈസ കൊടുത്തിട്ട് കയറി. അമ്മ അറിയണ്ട, കാരണം ഭയങ്കര തിരക്കായിരുന്നു. നമുക്ക് പെട്ടെന്ന് പോകണം. ഞങ്ങൾക്ക് ഇനിയും കുറേ സ്ഥലം കാണാനുള്ളതുകൊണ്ട് 3 ഹവറിന് മുകളിൽ ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ പശുപതിനാട് ഭയങ്കര നല്ല അമ്പലം എന്നുള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും കാണണം എന്നുള്ളത് ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു. ഗോരഖ്പൂർ ആണ് ഇതിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്. നമ്മുടെ രാമായണം, മഹാഭാരതം, ഇതിഹാസം എല്ലാം പ്രസ് ചെയ്യണത് എല്ലാ ഭാഷകളിലും ഇത് പ്രിൻ്റ് ചെയ്യും. ഇതിൻ്റെ ബ്രാഞ്ചസ് ആണ്. നമുക്കിത് കാണാൻ പറ്റിയത് തന്നെ വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആൻറ്റിയുടെ പേര് പറ. എൻ്റെ പേര് അനിത രമേശ്. അടിപൊളി വൈബാണ്. ആൻറ്റിയുടെ ഹസ്ബൻഡ് സെയിം ഡ്രസ്സ്. താങ്ക് യു. ഹനുമാൻ ചാലീസ എല്ലാം ഉണ്ടോ? പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ബസ് കയറി. ഹൈബറമ്മ നല്ല ചൂട്. ഞാൻ നല്ല ചൂട്, പക്ഷെ അത്ര ചൂടില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വേറൊരു അമ്പലത്തിലേക്കാണ് പോയത്. പോകുന്ന വഴിയൊക്കെ അങ്ങനെ ഓരോ ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2-3 സാധനങ്ങളൊക്കെ വാങ്ങി. ഈ കയറി അമ്പലത്തിന് പേരുണ്ടായിരുന്നു ജലനാരായണൻ. അയ്യോ, അത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. നല്ലൊരു വിഗ്രഹം കണ്ടു. വിഗ്രഹമല്ലേ പറയാം, എന്താ കിടക്കണ തിരുവനന്തപുരം അനന്തശയനം കിടക്കുന്ന പോലെ വാട്ടറിൽ. നല്ല. അത് തൃശ്ശൂരിൽ നിന്ന് വരുന്ന വെള്ളമാണോ? തൃശ്ശൂർ റിവറിൽ നിന്ന് വരുന്ന വെള്ളം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങിനും. ഇതിനെത്ര നേഹ? ഒരു നേപ്പാളി പൈസ 1 രൂപ. അപ്പൊ നമ്മുടെ 50 പൈസ. ഇതെന്താ ടേസ്റ്റ്? കർപ്പൂരത്തിന്റെ ടേസ്റ്റോ? വിഴുങ്ങാലോ അല്ലേ ഉണ്ടല്ലോ. പിന്നെ ഞാനും നേഹയും ഇതൊരു സ്കാർഫ് ചേച്ചിക്ക് ഡാൻസ് കളിക്കുമ്പോൾ നേഹന്റെ സ്കാർഫ് എടുത്ത് വെച്ചോ. അതാ. പിന്നെ കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ആ വിഗ്രഹം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എല്ലാം നമ്മളിപ്പോൾ കയറിയ മിക്ക അമ്പലമില്ല, എല്ലാം ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയാണ്. ഒന്നും ഫോട്ടോ എടുക്കരുത്. എത്ര ഒരു അമ്പലത്തിൽ പശുപതിനാടില്ലല്ലേ 10,000 ഫൈന്? വീഡിയോ ഫോട്ടോ എല്ലാം എടുത്താൽ 10,000 ഫൈൻ. അങ്ങനെ പിന്നീട് ഞങ്ങളുടെ ബസ്സത്തെ യാത്ര തുടങ്ങി. ഞങ്ങൾ പിന്നെ പോകുന്നത് ഭക്തപൂർ ദർബാർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. പിന്നെ ഇത് ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ ഓരോന്ന് കഴിക്കുന്നതാണ്. എത്രയോ ഞങ്ങൾ കഴിച്ച് കുട്ടിയെന്ന് അറിയില്ല. കുറേ ലീസൊക്കെ കഴിച്ചിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ. പിന്നെ ഞങ്ങളങ്ങനെ ആ സ്ഥലത്തെത്തി. നല്ല അടിപൊളി സ്ഥലമാണ്. ഓരോ സ്ഥലം ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയത്. എൻ്റെ തമ്മിൽ കാണുന്നൊക്കെ ഞാൻ അവിടെ നിർത്താണ്. അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നേപ്പാളി ലസ്സി കഴിച്ചു നോക്കാം. ഇങ്ങനെ സ്പൂൺ താ. നേഹ ടേസ്റ്റ് നോക്കാം. എനിക്ക് വലിയ ടേസ്റ്റ് ഇഷ്ടമില്ല. ഇഷ്ടമായി? കുഴപ്പമില്ലല്ലേ? കഴിച്ചിട്ട് കാട്ടിയും പേരാ. അമ്മയ്ക്ക് ബസ്സിന് തണുത്തിട്ട് വയ്യ. നമ്മുടെ പോയ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞേ ഭക്തപൂർ ദർബാർ സ്ക്വയർ. അവിടെ പോയി കുറേ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റയിലെടുക്കണം. നമ്മുടെ ടൂർ മാനേജർ ഉണ്ട്, മൂപ്പർ എനിക്ക് കുറേ ഫോട്ടോ എടുത്തു. മൂപ്പരുടെ മൂപ്പര് കയ്യിൽ ക്യാമറ ഉണ്ട്. പിന്നെ ഫോണ് സിയോമി 15 അൾട്രാ പ്രോയോ അൾട്രയോ എന്താണ് എനിക്ക് കറക്റ്റ് ഫോണിൻ്റെ പേര് അറിയില്ല. ഫോണിൽ നല്ല ഭംഗിയിട്ട്. എന്നിട്ട് ഞാനെൻ്റെ ഫോണിൽ ഒന്നും എടുത്തിട്ടില്ല, ഒക്കെ മൂപ്പരെ ഫോണിലാണ്. അപ്പം അതൊക്കെ നോക്കി കുറേ റീലും ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല എനിക്ക് നല്ല ഇഷ്ടമായി. കറണ്ടിൽ നല്ല രസമുണ്ട്. ഫോണിൽ ഭയങ്കര ക്ലാരിറ്റി കേട്ടോ, ഭയങ്കര രസമുണ്ട്. ഫുൾ 8K വീഡിയോ ആണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പം അതൊക്കെ പോയി റൂമിലെത്തിയിട്ട് നോക്കണം.
ഫോട്ടോ കാര്യങ്ങൾ നല്ല ഇഷ്ടമായി. ഞാൻ ഒന്നും അവിടെ വ്ളോഗ് ചെയ്തില്ല. ഫുൾ ഫോട്ടോ 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 തന്നെ എടുക്കുക. അങ്ങനെ പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി. ഇത് സ്വയംഭൂനാഥ് സ്തൂപ്പയാണ്. അപ്പം ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കോയിൻ ഇടുന്നൊരു പരിപാടി. അവിടെ കറക്റ്റ് വീണ നടക്കും എന്നുള്ളത്. അത് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ, കാരണം ഇവിടെ കുറേ കോയിൻ വീണെടുക്കണ്ടായിരുന്നു. അത് തന്നെയാണോ എനിക്കറിയില്ല കേട്ടോ. കുറേ കുരങ്ങനുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാം. കുഞ്ഞു കുരങ്ങൻ്റെ കുട്ടി. അയ്യോ കുട്ടി. നല്ല രസമുണ്ട്. എന്തിനാ ഒരെണ്ണുണ്ടല്ലോ ഇവിടെ. നല്ല രസമുണ്ട് കുഞ്ഞിനെ കാണാൻ. എന്ത് ചെറുതിനെ കാണാൻ ഗോപൻ ജനിച്ചപ്പോ പോലത്തെ ആ കുഞ്ഞ് നല്ല ക്യൂട്ട്. ഹായ്. അങ്ങനെ ഇതാണ് സ്വയംഭൂനാഥ് സ്തൂപ എന്ന് പറയുന്നത്. ഇവിടെയാണ് യോധയൊക്കെ ഷൂട്ട് ചെയ്തത്. കാഠ്മണ്ഡുവിൽ പല പല സ്ഥലത്തായിട്ടും ഒക്കെ യോധ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയേഴ്സിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും തല നോക്കി കൊടുക്കുന്നു. പിന്നെന്ന് പറയാനായിട്ട് ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഇവിടെ അമ്പലമാണെങ്കിൽ ഇപ്പുറത്ത് സ്തൂപയായിട്ട് അങ്ങനെ നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട്. എനിക്ക് അധികം അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെ കണ്ടുപോകുമ്പോൾ പലതും ഇങ്ങനെ കേട്ടിട്ടൊക്കെയാണ് അറിഞ്ഞത്. പിന്നെ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ടൊരിതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും അവിടെ നിന്ന് വാങ്ങിയില്ല. നേഹൊരു കമ്മൽ എന്തോ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു ഓപ്പോസിറ്റ് ഒരു ചായക്കട കണ്ടു. അപ്പോൾ നമ്മൾ മലയാളീസ് ആണല്ലോ, പറയണ്ടല്ലോ, നമ്മൾ ചായ കിട്ടി അപ്പം കയറി കുടിക്കും. അങ്ങനെ നമ്മളവിടെ പോയിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇതൊക്കെ നമ്മുടെ ടൂറിലുള്ള ബാക്കി ആൾക്കാരാട്ടോ. എല്ലാവർക്കും നല്ല സ്വഭാവമായിരുന്നു. പെട്ടെന്ന് തന്നെ സിങ്കായി, അടിപൊളിയായിരുന്നു. പുതിയ വാങ്ങിച്ച കമ്മൽ കാണിക്ക്. ഓ എന്താ സന്തോഷം. ഇവിടെ നിന്ന് വാങ്ങിയതാ. ഞാൻ പറയാം ഒന്ന് ഫേമസ് ആവട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടും എക്സ്പോസിങ് യൂട്യൂബർ ഗോപികാസ്. എന്റെ യൂട്യൂബ് ചാനലിൽ വെയിറ്റ് ചെയ്തിരുന്നു. ഇതൊന്ന് ഹിറ്റ് ആവട്ടെ. ഇട്ടോ ആയത് തന്നെ. ഇതില് ഇതാ വേണ്ട സ്കേർട്ട്. ഞാൻ ഇരിക്കട്ടെ. ഞങ്ങൾ ഹോട്ടലിൽ വന്നു, ഫുഡ് കഴിച്ചു, ഫ്രഷായി. ഞങ്ങളെ കുറച്ച് പേരെല്ലാവരും കൂടി പിന്നെയും പുറത്തേക്ക് പോവാം. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനം വാങ്ങിക്കാൻ. അങ്ങനെയൊക്കെ ഞങ്ങൾ പോവാണ്. നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. ഞാൻ വീട്ടിലിരുന്ന് സാധാ ഡ്രസ്സ് ഇട്ട് പോകാം. എല്ലാ കടയും കൂട്ടിയിട്ടിരിക്കും. നല്ല അടച്ച്, എല്ലാം അടച്ച്. ഇവിടെ അമ്മ ബാർ കയറിയാലോ? അല്ല ഇതല്ല നമ്മൾ ഇന്നലെ വന്ന സ്ഥലം. നല്ല പാട്ടൊക്കെ ഉള്ള ബാറാണ്. ഇവിടെ കുറേ കാണാൻ നല്ല ഭംഗിയുള്ള ഇങ്ങനത്തെ ആൻറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ബുദ്ധൻ്റെ വിഗ്രഹം, പല വിഗ്രഹങ്ങളും. ഈ ഗണപതിൻ്റെ ഒരു പിങ്ക് കളർ വിഗ്രഹം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പക്ഷെ അതിനൊക്കെ ഭയങ്കര റേറ്റാണ്. പിന്നെ ഞാൻ ഈ ഒരു മാലയ്ക്ക് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 20,000 എന്നാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതൊക്കെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അവിടുത്തെ പല സാധനങ്ങളും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ നോക്കിക്കായിരുന്നു. എന്റെ നല്ല പാട്ട്. ശരിക്കും എങ്ങനെയാണ് വായിക്കുക? അങ്ങനെ അന്ന് രാത്രിയും കാഠ്മണ്ഡുവിൽ ഇങ്ങനെ നടന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നല്ല രീതിക്ക് മിസ് ചെയ്യുന്നു. റൂമിൻ്റെ അപ്പുറത്ത് അമ്മ കിടന്നുറങ്ങി. അവിടെ ചെണ്ടിയാണ്. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.